ഷിരൂരിലെ രക്ഷാദൗത്യത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. അവിടെ നിന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് തത്സമയ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ഹാഷ്മി, അല്പം മുമ്പ് അഞ്ജു സംസാരിക്കുമ്പോൾ അർജുൻ്റെ സഹോദരി പറയുകയായിരുന്നു, പലരും പ്രതീക്ഷ കൈവിട്ട മട്ടിലാണ് സംസാരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താം, ആ ലോറിയെങ്കിലും കണ്ടെത്താനാവും. ഇത്ര വലിയൊരു ലോറിയല്ലേ, ഒരു മനുഷ്യനല്ലല്ലോ, ലോറിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഈ രാത്രി അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ തെരച്ചിലില്ലാത്തതിൻ്റെ സങ്കടവും അവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഈ പുഴയിലെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും അത്തരത്തിലൊരു ശ്രമം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. റോഡിൽ വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടിച്ച് നീക്കുന്നതും കാണുന്നുണ്ട്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു തെരച്ചിലിൻ്റെ സ്വഭാവം? ഗൂഗിൾ നമ്മൾ ഈ മനുഷ്യ നിസ്സഹായത എന്നൊക്കെ പറയില്ലേ ഗൂഗിൾ, കേരളത്തിൽ നമ്മൾ പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കേരളവുമായ ഒരു കമ്പാരിസൺ വരുന്നത് കുറ്റമല്ല. റിപ്പോർട്ടിംഗ് നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്തുകൂടാന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും കേരളത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ആവില്ല 100% ഉറപ്പാണ്. മാത്രമല്ല അവിടെ ഇങ്ങനെ അനാസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രതിഷേധങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും. അവിടെ എന്താണ് ആ സംവിധാനങ്ങളെ നേരായി വഴിക്ക് നയിക്കാൻ നമുക്ക് കഴിയും അവിടെ. പക്ഷേ ഇവിടെ അങ്ങനൊന്നും ഇല്ല എന്ന് ദൗർഭാഗ്യവശാൽ പറയേണ്ടി വരും. പക്ഷേ 7ാം നാളാണ്. ഈ പറയുന്ന അഞ്ജുവിൻ്റെയൊക്കെ നിരാശയ്ക്ക് അടിസ്ഥാനമുണ്ട്, വേദനയ്ക്കും സങ്കടത്തിനൊക്കെ അടിസ്ഥാനമുണ്ട്. 7ാം നാൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് മണ്ണിനടിയിൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂചന കിട്ടുന്നില്ല, വണ്ടിയുടെ സൂചന പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ചെറുതല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നതാണ്. എന്തായാലും യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടേ മതിയാവും. 7ാം നാളും നമുക്ക് കൃത്യമായ സൂചനകളില്ല. അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധനയായിരുന്നു ഈ പറയുന്ന ആദ്യ 48 മണിക്കൂറും 75 മണിക്കൂർ കഴിയുമ്പോൾ സംവിധാനങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിലൊക്കെ ആക്റ്റീവായി വന്നതിന് ശേഷം ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ ഇന്നലെ അവരുടെ റവന്യൂ മന്ത്രി കൃഷ്ണബൈര ഗൗഡ പറഞ്ഞു 92% മണ്ണ് നീക്കി പരിശോധന നടത്തി. ഇനിയിപ്പോൾ മണ്ണ് നീക്കൽ ഈ മണ്ണ് വരെ ദുർബലാവസ്ഥയിലാണ്, നീക്കണമെന്ന് സൈന്യം പരിശോധിക്കട്ടെ എന്നൊക്കെയാണ്. അപ്പോൾ സർക്കാരിന്റെ മൂഡ് എന്താണെന്ന് മനസ്സിലാവും. പക്ഷേ അല്പസമയം മുമ്പ് നെജത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള രക്ഷാദൗത്യത്തിൽ നേതൃത്വം വഹിക്കുന്നയാൾ അവിടെ പറഞ്ഞത് അവിടെ ഇപ്പോഴും മണ്ണ് നീക്കിയുള്ള പരിശോധന തന്നെ നടക്കാൻ ആണ് 100% ഈ വണ്ടി കരയിലില്ല എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ബാക്കി മണ്ണ് കൂടി നീക്കി നോക്കിയാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരു നമ്മുടെ ഈ ആകാശ ദൃശ്യങ്ങൾ അത് പ്രകടമായിരുന്നു ഗൂഗിൾ. മറ്റൊരു മൺകൂന കൂടിയുണ്ട്, ഒരു പാറയൊക്കെ ചേർന്നൊരു മൺകൂനയുണ്ട്. ആ പാറയൊക്കെ പൊട്ടിച്ച ആ മൺകൂന കൂടി കംപ്ലീറ്റ് മാറ്റി നോക്കിയാൽ മാത്രമേ വണ്ടി കരയില്ല എന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയൂ. പിന്നീട് പുഴയിലേക്കുള്ള പരിശോധനയാണ്. പുഴ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ അങ്ങനെ ആഴത്തിൽ നീളത്തിൽ പരന്ന് വല്ലാതെ ഭീതിതമായ തോതിൽ ഒഴുകുന്ന ഒരു ഗംഗാവലി പുഴയാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വലിയ മഴ പെയ്യുന്നുണ്ട്. മാത്രമല്ല ആ മണ്ണിടിഞ്ഞിറങ്ങി ഒഴുക്കിന്റെ ദിശയൊക്കെ മാറിയ ഒരു ഗംഗാവലി പുഴയാണ്. അപ്പോൾ ഗംഗാവലി പുഴയിലൊക്കെ പരിശോധന അതിസങ്കീർണമാണ്. എത്രത്തോളം കാര്യക്ഷമം എന്ന് പറഞ്ഞാൽ ആ മണ്ണിൽ പോലും കാര്യക്ഷമമായ പരിശോധന നടത്താൻ കഴിയാത്ത സംവിധാനങ്ങൾക്ക് ഈ പുഴയിൽ എത്രത്തോളം കാര്യക്ഷമമായ പരിശോധന നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഐ സീരിയസ്ലി ഡൗട്ട് ഗൂഗിൾ. പക്ഷേ അങ്ങനെ സംശയം വെക്കേണ്ട സമയമല്ല. ഇവിടെ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളുള്ള ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിനേക്കാൾ കരസേനയുടെ പക്കലുള്ളത് കുറച്ചുകൂടി ശക്തമായ 15 മീറ്റർ ഉള്ളിലേക്ക് ആഴത്തിൽ അറിയാവുന്നത് 11 മണിയോടുകൂടി ആ റഡാർ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആ റഡാർ ഉപയോഗിച്ചാണ് ആ പാറക്കെട്ടൊക്കെയുള്ള മൺകൂനിലെ പരിശോധന. അതിൽ കൂടി ആ മണ്ണുകൂടി പൂർണ്ണമായി പരിശോധിച്ചാൽ മാത്രമേ അർജുൻ്റെ വണ്ടിയും ആ മൺകൂനയ്ക്കുള്ളിലില്ല എന്ന് പൂർണ്ണമായി, അല്ലെങ്കിൽ അർജുൻ്റെ വണ്ടിയും പൂർണ്ണമായി കരയിലില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ പരിശോധന നടക്കുന്നു. സമാന്തരമായി പുഴയിലും പരിശോധന നടക്കുന്നുണ്ട്. പുഴയിലെ പരിശോധന ഈ പറയുന്ന മട്ടിൽ ഡൈവർമാർ, നാവികസേനയുടെ കൂടുതൽ ഡൈവർമാർ ഇറങ്ങിക്കൊണ്ട് നദിയുടെ ആഴങ്ങളിലേക്ക് കൂടുതൽ പരിശോധിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. നദി ഇങ്ങനെ കലങ്ങി മറിഞ്ഞൊഴുകുകയാണ് ഗൂഗിൾ. എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണല്ലോ, ഇതൊരു 10-40 അടിയുള്ള ഒരു പുഴയാണ്, ഗംഗാവലി പുഴയാണ്. ആ 40 അടിയിലേക്ക് ഈ മണ്ണ് ചെത്തി വീണ പോലെ മണ്ണ് ഇറങ്ങി അത് ആഴം നികന്ന് അതിൻ്റെ മുകളിലേക്ക് മൺകൂന നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അത്രത്തോളം മണ്ണ് ഇറങ്ങിയിരിക്കുന്നു. ഈ പുഴയ്ക്ക് ഇപ്പോൾ മണ്ണിൻ്റെ നിറമാണ്. അത്രത്തോളം മണ്ണ് ഈ പുഴയിലുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ഈ പുഴയുടെ ഒഴുക്കിൻ്റെ ഗതി മാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ലക്ഷ്മൺ ഈ പറയുന്ന ആ ചായക്കട ഉടമയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ കിട്ടിയത് അവരുടെ ഒക്കെ ശരീരം കിട്ടുന്നത് ഈ നദിയുടെ താഴ്ഭാരങ്ങളിൽ നിന്നൊക്കെയാണ്. മാത്രമല്ല കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവിടെ അർജുൻ മാത്രമല്ല, ഇന്നലെ ഒരു 3 പെൺകുട്ടികൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാണാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്ന കാര്യം ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനെ കാണാനില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അങ്ങനെ കാണാനില്ലാത്ത നിസ്വരായ, ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലാത്ത പാവങ്ങളായ ഒരുപാട് പേർ അതിനുള്ളിലുണ്ട് എന്ന് ഇപ്പോഴും ന്യായമായ സംശയമുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ തെരച്ചിൽ അർജുൻ ഒരു നിമിത്തമാവുന്നുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. അർജുന് വേണ്ടി നമ്മൾ നടത്തിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലൂടെ കാര്യങ്ങൾ എത്തിയത് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല. എന്തായാലും ഗംഗാവലി പുഴയിലെ
പരിശോധന ഇന്ന് നടക്കും. അവിടെ കരയിൽ മണ്ണിടിഞ്ഞ് വീണ സ്ഥലങ്ങളിൽ ഇനി അവശേഷിക്കുന്ന വലിയ വലിയ മൺകൂനകളിൽ അതിലൊരു ഒരു മൺകൂനയാണ്, പാറയൊക്കെ ചേർന്ന ഒരു മൺകൂനയാണ് പ്രധാനം. ആ മൺകൂനയിൽ പാറ മാറ്റി ഉള്ള പരിശോധനയാണ് ഇന്ന് നടത്തേണ്ടത്. അതടക്കം ഇന്ന് നടക്കും. ഇന്ന് 7ാം നാളാണ്. ഇന്ന് എന്തെങ്കിലും ഒരു സൂചന വണ്ടിയെക്കുറിച്ചോ അർജുനെക്കുറിച്ചോ ഏതെങ്കിലും ഒരു പോസിറ്റീവ് സൂചന നമുക്ക് അർജുന്റെ വീട്ടുകാർക്ക് നൽകാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെ ഇവിടെ നിൽക്കുകയാണ് ഗോകുൽ. ഹാഷ്മി, ആ വലിയ പാറകൾ പൊട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മണ്ണും ചെളിയും നീക്കുന്നതിനൊപ്പം തന്നെ വലിയ പാറക്കല്ലുകൾ നീക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. വലിയ പാറക്കല്ലുകൾ അങ്ങനെ നിരങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാമെന്ന അവസ്ഥയിൽ കുറേ പാറകൾ അങ്ങനെ ആ മല ഇടിഞ്ഞ് എത്രത്തോളം വ്യാപ്തിയിലാണ് വന്നതെന്നുള്ളത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഹാഷ്മി, ഒരു കാര്യം കൂടി, ഈ പുഴയിലേക്ക് തെരച്ചിൽ പോകുകയാണെങ്കിൽ ഇതിലും ശ്രമകരമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രഞ്ജിത്തൊക്കെ വിശ്വസിക്കുന്ന പോലെ ആ റോഡിൻ്റെ അരികിൽ തന്നെ ആ വാഹനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ, ആ തെരച്ചിലല്ലേ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഇവരെ കണ്ടെത്തുവാനുള്ള ഒരു സാധ്യത? ഉറപ്പായും ഗൂഗിൾ, ഉറപ്പായും അത് തന്നെയാണെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നമുക്ക് രഞ്ജിത്തൊക്കെ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ആദ്യ മണിക്കൂറുകളിൽ എന്ന് പറഞ്ഞാൽ, ആദ്യ മണിക്കൂർ എന്ന് പറയുന്നില്ല, 48 മണിക്കൂർ കഴിയുമ്പോഴാണല്ലോ ഇവിടുത്തെ സംവിധാനങ്ങൾ ആക്റ്റീവായത് ഗൂഗിൾ. അപ്പോൾ അതിനുശേഷം നടന്ന പരിശോധനയിൽ ഈ നാവികസേന ഡ്രൈവർമാർ ഇറങ്ങി വളരെ തറവായ പരിശോധന നടത്തി. അവർ തന്നെ പറഞ്ഞതാണ് വണ്ടി ഈ പുഴയുടെ ആഴങ്ങളിലില്ല എന്ന് അവർ തന്നെ സ്ഥിരീകരിച്ചത്. അതുകൊണ്ടാണ് ആ പ്രതീക്ഷ. ഇപ്പോൾ കരയിലെ മണ്ണ് ശരിയാണ്, അവിടെ ഈ മണ്ണ് വല്ലാതെ നിൽപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, പിന്നെയും ഉരുൾപൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അന്വേഷണം വൈൻഡപ്പ് ചെയ്യാനൊരു ത്വരയുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികം നമുക്കുണ്ടാകും. അതിൻ്റെ ഭാഗമായി കൂടിയാണോ റവന്യൂ മന്ത്രി ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞ എന്ന കാര്യം സംശയിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും ആ മണ്ണിൽ തന്നെയുണ്ട്, ആ കരയിൽ തന്നെ ഇപ്പോഴും ലോറിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ GPS സിഗ്നൽ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഫോൺ അടിക്കുക? വെള്ളത്തിലേക്ക് പോയ ഒരു വണ്ടിയിൽ ഫോൺ എങ്ങനെയാണ് അടിക്കുക? തുടങ്ങിയ സ്വാഭാവികമായ സംശയങ്ങൾ, ന്യായമായ സംശയങ്ങളില്ലേ. മാത്രമല്ല വണ്ടി ഓഫായിട്ട് ഓണായ കാര്യം പറയുന്നുണ്ടായിരുന്നു വണ്ടി കമ്പനി. അത് GPS സംവിധാനം വെച്ച് പറയുന്നതാണ്. അത് ശാസ്ത്രീയമായിട്ടുള്ള അനുമാനമാണ്, അത് തെറ്റാറില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളത്തിനടിയിൽ പോയാൽ വണ്ടി എങ്ങനെ ഓണാവുമോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ പറയുന്ന ഈ വസ്തുതാ വിവരങ്ങളൊക്കെ തന്നെ വണ്ടി കരയിൽ തന്നെയുണ്ട്, വണ്ടി ഏതോ ഒരു മൺകൂനക്കടിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് എന്ന ബലവത്തായ വിശ്വാസത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-2 പ്രധാനപ്പെട്ട മൺകൂനകൾ കൂടിയുണ്ട്. അതൊന്ന് വലിയ പാറയൊക്കെ ഉള്ളതാണ്. അപ്പോൾ പാറ മാറ്റുന്നതാണ്. ഇപ്പോൾ പാറ മാറ്റിക്കൊണ്ടുള്ള ആ മൺകൂനയുടെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ വളരെ പതിയെ മാത്രമാണ് ഈ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഗൂഗിൾ. വളരെ പെട്ടെന്ന് മണ്ണ് മാറ്റൽ നടക്കുന്നില്ല, വളരെ പതിയെ. അതൊരു പക്ഷേ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുന്നറിയിപ്പൊക്കെ കാരണം ഇനിയും മണ്ണിടിയാൻ ചാൻസ് ഉണ്ട് എന്ന ഒക്കെ മുന്നറിയിപ്പ് കാരണം പതിയെ മാത്രമേ മണ്ണ് മാറ്റാൻ അവിടെ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പതിയെ പേസ്, നമ്മുടെ തിരയലിൻ്റെ പേസ് വളരെ കുറവാണ് എന്ന് പറയാം. അതൊരു പക്ഷേ ഈ ടെറൈനിൽ നടക്കുന്ന രക്ഷാദൗത്യത്തിന്റെ പ്രത്യേകത കൂടിയാകണം അത്. അതിനുശേഷമാണ് ഒരു പക്ഷേ ആ മണ്ണിൽ കൂടി നോക്കിയതിന് ശേഷം അവിടുത്തെ അപകട സാധ്യത കൂടിയാണ് പലപ്പോഴും ഈ ആദ്യഘട്ടത്തിലൊക്കെ ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ വളരെ മടിക്കാൻ കാരണമെന്ന് കരുതുന്നു. പക്ഷേ ആ കുടുംബം പറഞ്ഞതുപോലെ ഒരു മനുഷ്യനല്ലല്ലോ, ഒരു വലിയ വണ്ടിയല്ലേ, അത് കണ്ടെത്താൻ ഇത്രത്തോളം ബുദ്ധിമുട്ടാണോ എന്ന ചോദ്യം അവരുടെ മനസ്സിലെപ്പോഴും ഉണ്ട്. മാത്രമല്ല രാത്രിയാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നടക്കില്ലേ എന്ന ചോദ്യം ഇന്ന് മഞ്ജു പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ആ മൺകൂനകൾ ഇനി അവശേഷിക്കുന്ന, ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന ആ റോഡിൽ അവശേഷിക്കുന്ന മൺകൂനക്കുള്ളിൽ എവിടെയോ അർജുൻ്റെ വാഹനവുമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ. പുഴയിലേക്ക് ആ വാഹനം പോയിട്ടില്ല എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് അവരിപ്പോഴും ഇന്നും ആ തെരച്ചിൽ തുടരുന്നത്.